കാരന്തൂർ മർക്കസിൽ പഠിക്കുന്ന കാശ്മീരിലെ 100-ലധികം കുട്ടികളാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. കഴിഞ്ഞ 5 വർഷത്തിലധികമായി പഠിക്കുന്ന കുട്ടികളുണ്ട്, 3 വർഷത്തിലധികമായി പഠിക്കുന്ന കുട്ടികൾ, വിവിധ ബാച്ചുകളിൽ നിന്നുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. ഇവിടെ അധ്യാപകനായിട്ടുള്ള ഉസ്താദുമാരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ഒരു വിഷമമുള്ള സമയമാണ് ഇപ്പോൾ. കുട്ടികൾ നാട്ടിൽ പോവാണ്. അപ്പോൾ കൂടുതലായിട്ട് ഈ ഒരു വിദ്യാർത്ഥികൾ വിഷമം അനുഭവിക്കുന്നത് +2 കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളാണ്. അവർ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. മർക്കസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മർക്കസിനോട് കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടികൾ കൂടിയാണ് ഈ കുട്ടികൾ. അപ്പോൾ 5 വർഷമായിട്ട് അവർ പഠിക്കുന്ന 8ാം ക്ലാസ്സിൽ വന്നു. ഇപ്പോൾ അവരൊക്കെ +2 കഴിഞ്ഞു. ഇനി അവർ നേരെ പോകുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ യൂണിവേഴ്സിറ്റിയിലേക്കാണ്. ഈ യൂണിവേഴ്സിറ്റികളിൽ അവർ പഠനം നടത്തും. അതൊക്കെ മർക്കസിൻ്റെ അണ്ടറിൽ തന്നെ നമ്മൾ നല്ല സ്കോളർഷിപ്പൊക്കെ കൊടുത്ത് ഇതിന് നല്ല ടോപ്പ് ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളൊക്കെ അവർ രാജ്യത്തിൻ്റെ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്ക് അയക്കുകയാണ്. അവർ അവിടെയാണ് തുടർന്ന് പഠിക്കുക. ഇപ്പോൾ നാട്ടിലേക്ക് പോകുന്ന ഒരു വിഷമത്തിലാണ് ആ കുട്ടികൾ. ചില കുട്ടികളൊന്നും ഹോസ്റ്റലിന് താഴേക്ക് ഇറങ്ങുന്നില്ല, അവരവിടെ കരഞ്ഞിരിക്കുന്നുണ്ട് ചില കുട്ടികളൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഒരു വിഷമമാണ്, ഉസ്താദിനെ പിരിഞ്ഞു പോകുന്ന വിഷമം. അതിന് പുറമെ കേരളത്തിലെ ഇത്രയും വലിയ സൗകര്യങ്ങൾ ഒരുക്കി തന്ന മർക്കസിനോടുള്ള നന്ദിയും, മർക്കസിനെ എങ്ങനെ ഒരു വിട്ടു പോകുന്നൊരു വിഷമവും, ഇതെല്ലാം കൂടി അത് ആലോചിച്ചിട്ട് അവർ ഭയങ്കര അങ്ങനത്തെ ഒരു മൊമെൻ്റാണ് ഇപ്പോൾ. Good afternoon. Now we all are gathered here at Markaz immediate home. We can't express our happiness and joyfulness that after a long period, after 10 months, we are again once again at our home. So I would like to express my whole gratitude and sincere to Markaz and Kerala government that they have provided such a great facilities and such a peaceful atmosphere here to study and to explore ourselves. So I would like to express my joyfulness and enjoyness as to hear that we are going to our home. ഏറെ വൈകാരികമായ ഒരു യാത്രയപ്പിനാണ് മർക്കസ് ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ഈ കുട്ടികൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്ക് ഉന്നത പഠനത്തിന് വേണ്ടി ഇവിടെ നിന്നുള്ള സ്കോളർഷിപ്പോട് കൂടിയുള്ള പഠനം നടത്തുന്നതിന് വേണ്ടിയാണ് പോകുന്നത്. അവർക്കെല്ലാവർക്കും നല്ലൊരു ആശംസകൾ കൂടി നേർന്നുകൊണ്ട് ക്യാമറ പേഴ്സൺ സഞ്ജു പൊറ്റമ്മലൊപ്പം ഫൈസൽ ബാല, മീഡിയ 1 കോഴിക്കോട്.